بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام الأتمان الأكملان على سيدنا محمد وعلى آله وصحبه أجمعين ما بعد اللهم اغفر لنا ولمشايخنا وللوالدين اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما اللهم افتح بالخير واجعل عاقبة أمورنا خير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിന് സാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാട്ടെ. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه اللهم صل على محمد وعلى آل محمد وبارك وسلم عليه اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ ജീവിതത്തെക്കുറിച്ച് ചെറിയ രീതിയിൽ പറയാനും കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളിൽ നിന്ന് ഇത് കബൂലാക്കുമാറാകട്ടെ. പറയുക കേൾക്കുക എന്നതിലുപരി പറയുന്നതും കേൾക്കുന്നതൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റ 2-ാം വർഷം ബദർ വരെയുള്ള സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? അപ്പോൾ ബദർ എപ്പോഴാണ് നടന്നത്? ഹിജ്റ 2-ാം വർഷം ഏത് മാസത്തിലാണ് നടന്നത് ബദർ? നമ്മളൊരിക്കലും മറക്കൂലല്ലേ, കുറേ ചോറ് വെച്ചിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ റമളാൻ 17 അന്നാണ് ബദർ നടക്കുന്നത്. അപ്പം അതിനുശേഷമുള്ള കാര്യങ്ങളാണ് നമുക്കിന്ന് പറയാനുള്ളത്. അതിനു മുമ്പ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റിയ ഒരു 5 അമലുണ്ട്. അത് നമുക്ക് ആദ്യം പറഞ്ഞിട്ട് പിന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. അവസാനത്തിലേക്ക് മാറ്റി വെച്ചാൽ ചിലപ്പം സമയം കിട്ടാതാവും. ആരെങ്കിലും ഒരാൾ അമൽ ചെയ്താൽ അതിൻ്റെ കൂലി എനിക്ക് കിട്ടുമല്ലോ. ആ 5 അമലുകളിൽ അധികവും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് ചെറിയ ഓർമ്മപ്പെടുത്തലായിട്ട് കണക്കാക്കിയാൽ മതി. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി മുതൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചെയ്യുന്നവർ തന്നെ ആണെങ്കിൽ ഇനി ഇഹ്തിസാബോടുകൂടി അതിൻ്റെ പ്രതിഫലം അറിഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ 5 അമലുകളിൽ ഒന്നാമത്തേത് ചെയ്താൽ അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടും. 2-ാമത്തേത് ചെയ്താൽ മലക്കിൻ്റെ ദുആ കിട്ടും. 3-ാമത്തേത് ചെയ്താൽ ശൈത്താനിൻ്റെ ഷർറിൽ നിന്ന് കാവൽ കിട്ടും. 4-ാമത്തെ ചെയ്താൽ ഖുർആനിനോടുള്ള നമ്മുടെ ആഗ്രഹവും അടുപ്പവും വർദ്ധിക്കും. 5-ാമത്തേത് ചെയ്താൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ തെറ്റിനെയും ശരിയെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 5 അമലുകൾ. 1-ാമത്തെ അമൽ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ വിത്ർ നമസ്കരിക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഔത്തിറു യാ അഹ്ലൽ ഖുർആൻ ഔത്തിറു, ഖുർആനിൻ്റെ അഹ്ലുകാരെ നിങ്ങൾ വിത്ർ നമസ്കരിക്കുക. ഫഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര, കാരണം അള്ളാഹു ഒറ്റയാണ്, ഏകനാണ്. അള്ളാഹു ഒറ്റയെ വിത്റിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധിക്കുന്നെങ്കിൽ 1 റക്അത്ത് നമസ്കരിക്കുക. അതിനെക്കാട്ടി കൂടുതൽ നമസ്കരിക്കാൻ പറ്റുമെങ്കിൽ 3, 5, 7 ഒക്കെ നമസ്കരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടും, ഹുബ്ബ് കിട്ടും. 2-ാമത്തേത് മലക്കുകളുടെ ദുആ കിട്ടാനുള്ള അമൽ. നമ്മൾ ഉറങ്ങാൻ വേണ്ടി വരുമ്പോൾ ബാത്റൂമിലൊക്കെ പോയി അവസാനം കിടക്കയിലേക്ക് വരുന്ന സമയത്ത് വുളൂ ചെയ്തുകൊണ്ട് വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മൻ ബാത താഹിറൻ ബാത ഫീ ശിആരിഹി മലക്കും, ആരെങ്കിലും വുളൂയോടുകൂടി രാത്രിയിൽ കിടന്നുറങ്ങിയാൽ അള്ളാഹു അവൻ്റെ തലക്കും ഭാഗത്തൊരു മലക്കിനെ ഏൽപ്പിക്കുന്ന, അവന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോഴെല്ലാം ആ മലക്ക് അവന് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഫുലാൻ ഫഇന്നഹു ബാത താഹിറൻ, അള്ളാഹുവെ നിൻ്റെ ഈ അടിമക്ക്, നമ്മുടെ പേര് പറഞ്ഞുകൊണ്ട് നിൻ്റെ ഈ അടിമക്ക് നീ പുറത്തു കൊടുക്കണേ, കാരണം അവൻ ശുദ്ധിയോടുകൂടി ഉറങ്ങിയെന്ന് ദുആ ചെയ്യും. വലിയ നിഅമത്താണ്. നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് വേണ്ടിയിട്ട് മലക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. 3-ാമത്തെ അമൽ, ശൈത്താൻ്റെ ഷർറിൽ നിന്ന് നമ്മളെ കാൽക്കുന്ന അമൽ, ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക എന്നതാണ്. ആയത്തുൽ കുർസി ഓതിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, പിറ്റേന്ന് രാവിലെ വരെ ശൈത്താൻ നമ്മളുടെ അടുക്കലേക്ക് അടുക്കുകയേയില്ല. പിന്നെ പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള അടുപ്പവും ആഗ്രഹവും വർദ്ധിപ്പിക്കുന്ന അമൽ, 4-ാമത്തെ അമൽ. നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയും ഫോണും ഒക്കെ ഉപയോഗിക്കുന്നവരാണല്ലേ. അധികവും രാത്രി ഫോൺ നോക്കിക്കഴിഞ്ഞ് ഉറങ്ങുന്നവരാണ്. അങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഉറങ്ങിപ്പോകുന്നവരുമുണ്ട്. ഇപ്പോൾ 2-3 മണിക്കൂറൊക്കെ നമുക്കതിൽ ചിലവഴിക്കുമ്പോൾ ഒരു മടുപ്പും മടിയും തോന്നാറില്ല. പക്ഷെ അതേ സമയത്ത് ഖുർആൻ എടുത്തു വെച്ച് ഓതാനിരുന്നാലോ ഭയങ്കര മടുപ്പായിരിക്കും. ശൈത്താൻ നമുക്ക് മടി തോന്നിപ്പിക്കും. അപ്പോൾ നമുക്ക് 4-മതായി ചെയ്യാനുള്ളത്, ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഖുർആനിൽ നിന്ന് അല്പം ഓതുക. അത് 1 പേജാണെങ്കിൽ 1 പേജ്, അതിലും കുറച്ചാണെങ്കിൽ കുറച്ച്. പക്ഷെ ഒരു ഷർത്തുണ്ട്, ഒരു ദിവസവും മുടക്കരുത്.
കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹ വഇൻ ഖല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ നിത്യമായി ചെയ്യുന്ന അമലാണ്. അത് അല്പം കുറഞ്ഞതാണെങ്കിലും പ്രശ്നമില്ല. അപ്പം നമുക്ക് സാധിക്കുന്നത് ഒരു പേജാണെങ്കിൽ ഒരു പേജ്, അതിലും കുറച്ചാണെങ്കിൽ അതിലും കുറച്ച്, പക്ഷേ നിത്യമായി ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ഓതിയാൽ ഇൻഷാ അല്ലാഹ് ഖുർആനുമായിട്ടുള്ള നമ്മുടെ അടുപ്പം വർദ്ധിക്കും, നമ്മുടെ ആഗ്രഹം വർദ്ധിക്കും. ആ ഒരു പേജ് എന്നുള്ളത് ഇങ്ങനെ കൂടി 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 വരും ഇൻഷാ അല്ലാഹ്. പിന്നെ അഞ്ചാമതായിട്ട് നമ്മുടെ തെറ്റും ശരിയും വേർതിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ഉറക്കത്തിന് മുമ്പ് ചെയ്യാൻ പറ്റിയ അമൽ അത് മുഹാസബത്തുൻ നഫ്സാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ നഫ്സിനെ വിചാരണയ്ക്ക് വിധേയമാക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അരുളി ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങളെ നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നിർത്തി വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തത്തെ വിചാരണ ചെയ്യുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ വിചാരണ രണ്ട് തരത്തിലാണ് ചെയ്യേണ്ടത്. ഒന്ന്, നമ്മുടെ ബാഹ്യമായ അമലുകളെ നമ്മളിങ്ങനെ ഓരോന്നും എടുത്തു നോക്കണം. ഇന്ന് ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ നാവ് കൊണ്ട് ആർക്കെങ്കിലും മുറിവേറ്റിട്ടുണ്ടോ? അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത റസൂലിൻ്റെ സുന്നത്തിനെതിരായ എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് മുഹാസബ ചെയ്യണം. രണ്ടാമതായിട്ട് നമ്മുടെ ബാഹ്യമായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ മുഹാസബ ചെയ്യണം. ആരോടെങ്കിലും വെറുപ്പ് വന്നിട്ടുണ്ടോ? എനിക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ അഹങ്കാരം തോന്നിപ്പോയിട്ടുണ്ടോ? മോശമായ ചിന്തകൾ വന്നിട്ടുണ്ടോ എന്ന് ബാഹ്യമായ അവസ്ഥകളെക്കുറിച്ചും മുഹാസബ ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ ഓരോ ദിവസവും കഴിഞ്ഞ ദിവസത്തേക്കാൾ ബെറ്ററായി മാറും. നമ്മുടെ തെറ്റിനെയും ശരിയെയും വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസത്തെ നമുക്ക് ബെറ്ററാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ വേണ്ടി ഉപകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 5 അമലുകൾ ഉറക്കത്തിന് മുമ്പ് നമുക്ക് ചെയ്യാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ 5 അമലുകൾ. ഇൻഷാ അല്ലാഹ് അത് നിത്യമായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ബദറിന് ശേഷമുള്ള സംഭവമാണല്ലോ പറയേണ്ടത്. ബദർ എന്ന് പറഞ്ഞാൽ മദീനത്തിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലമാണ്. നമ്മൾ ഉംറക്ക് പോയവരൊക്കെ അവിടെ പോയി സന്ദർശിച്ചിട്ടുണ്ടാവും, സിയാറത്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രദേശത്ത് മുസ്ലിമീങ്ങൾ ചെറിയൊരു സംഘം വലിയൊരു സംഘത്തിനെതിരെ വിജയം വരിക്കുന്ന ആ സമയത്ത്, റമളാൻ 17 അന്ന് വിജയം വരിച്ച ആ ദിവസത്തിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസത്തിൽ മദീനത്ത് വേറൊരു സംഭവം നടന്നു. വളരെ ദുഃഖകരമായ, മനസ്സിനെ വേദനിപ്പിക്കുന്ന, അങ്ങേയറ്റം വിഷമകരമായ ഒരു സംഭവം മദീനത്ത് നടന്നു. എന്തായിരുന്നു അത്? സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിൻ്റെ കഷ്ണങ്ങളിൽ ഒരാളായ നബി തങ്ങളുടെ 2ാമത്തെ പെൺകുട്ടിയായ റുഖയ്യ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു, വഫാത്തായി. റുഖയ്യ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2ാമത്തെ മകളാണ്. നബി തങ്ങൾക്ക് 33 വയസ്സ് പ്രായം ഉണ്ടാകുന്ന സമയത്താണ് റുഖയ്യ ബീവി ജനിക്കുന്നത്. ആരാണ് ഉമ്മ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹിക്ക് 40ാമത്തെ വയസ്സിൽ വഹി കിട്ടുമ്പം അവർക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? 7 വയസ്സായിട്ടുണ്ടാവും. 7ാമത്തെ വയസ്സിൽ സ്വന്തം ഉമ്മാൻ്റെ കൂടെ അവരും ഇസ്ലാമിൽ പ്രവേശിക്കുന്നുണ്ട്. ആദ്യം റുഖയ്യയും അനിയത്തി ഉമ്മു കുൽസൂമിനെയും റളിയല്ലാഹു അൻഹുമ വിവാഹം ചെയ്യുന്നത് അബൂലഹബിൻ്റെ 2 ആൺമക്കളാണ്, ഉത്ബയും ഉതൈബയും. വിവാഹം ചെയ്തു എന്ന് പറഞ്ഞാൽ കരാറ് നടന്നു, അഖ്ദ് നടന്നു, പക്ഷേ വീട് കൂടിയിട്ടില്ല, കാരണം ചെറിയ പ്രായത്തിലുള്ള കുട്ടികളായതുകൊണ്ട്. പക്ഷേ തബ്ബത് യദാ അബീ ലഹബ് എന്ന സൂറത്ത് ഇറങ്ങിയപ്പോൾ അബൂലഹബും ഭാര്യ ഹമ്മാലത്തുൽ ഹതബ് എന്ന് പറയുന്ന ആ വൃത്തികെട്ട സ്ത്രീ, ഇവർ രണ്ടുപേരും ആൺമക്കളെടുത്ത് വന്നിട്ട് നിർബന്ധപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്നുകൂടി വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പെൺമക്കളെ നിങ്ങൾ തലാഖ് കൊല്ലണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു. അങ്ങനെ ഉത്ബയും ഉതൈബയും നബി തങ്ങളുടെ 2 പെൺമക്കളെയും തലാഖ് കൊല്ലി. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിഷമിപ്പിക്കാനാണ് ഇത് ചെയ്തതെങ്കിലും അള്ളാഹു നബി തങ്ങളുടെ 2 മക്കളെ ആ വൃത്തികെട്ട കുടുംബത്തിലേക്ക് പോകുന്നതിൽ നിന്ന് സംരക്ഷിക്കുകയായിരുന്നു, പരിശുദ്ധപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ നോക്കിക്കാണുന്ന മറ്റൊരാളുണ്ടായിരുന്നു. അയാൾ വലിയ ആവേശത്തോടുകൂടി ഈ അവസരത്തെ മുതലാക്കിയിട്ട് റസൂലുള്ളാഹിൻ്റെ വീട്ടിലേക്ക് ഓടി വന്ന് ഒരു വിവാഹാലോചന നടത്തി. നബിയെ, അങ്ങയുടെ മകളിപ്പോൾ തലാഖ് കൊല്ലപ്പെട്ടിരിക്കുകയാണല്ലോ, എനിക്ക് കെട്ടിച്ചു തരുമോ എന്ന് ചോദിച്ചു. ആരായിരുന്നു അത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത, അന്ന് ഖുറൈശികളുടെ കൂട്ടത്തിൽ അത്യാവശ്യം സൗന്ദര്യത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരാളായിരുന്നു ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. നല്ല മുഖപ്രസന്നതയും വശ്യമായ ചിരിയൊക്കെ ഉണ്ടായിരുന്ന ഒരു മഹാനായിരുന്നു. ഭാര്യയായിട്ട് ആരാ വരുന്നത്? റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ. റുഖയ്യ ബീവിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ആരാ അവർ? ഇസാബ എന്ന് പറഞ്ഞ് ഇബ്നു ഹജർ റഹിമഹുള്ളയുടെ ഒരു ഗ്രന്ഥമുണ്ട്, സഹാബാക്കളെ കുറിച്ച് പറയുന്ന ഗ്രന്ഥം. അതിൽ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹയെക്കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ റുഖയ്യ ബിന്തു സയ്യിദുൽ ബശർ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ദില്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ് അൽ ഹാഷിമിയ്യ എന്ന് പറഞ്ഞിട്ടാണ്. ആ ഒരു നിസ്ബ തന്നെ, ആ ഒരു ചേർക്കലിൻ്റെ മതി അവരുടെ ശ്രേഷ്ഠത മനസ്സിലാക്കണം, അല്ലേ? ബിന്തു സയ്യിദുൽ ബശർ, മനുഷ്യരുടെ നേതാവിൻ്റെ മകൾ, അല്ലേ? അതന്നെ മതി അവരുടെ ഫളൽ. അപ്പോൾ റസൂലുള്ളാഹിയെ കാട്ടി മുഞ്ചുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല.
അപ്പോൾ ആ റസൂലുള്ളാഹിൻ്റെ ചെറിയ മൊഞ്ചെങ്കിലും ഈ മകൾക്കും കിട്ടിയിട്ടുണ്ടാവണമല്ലോ. അപ്പോൾ റുഖയ്യ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ റുഖയ്യ റളിയല്ലാഹു അൻഹയെ ഈ വിവാഹത്തിന് വേണ്ടി തയ്യാറാക്കി അയക്കുന്നത് ഉമ്മ ഖദീജ ബീവിയാണ്. അപ്പോൾ അവർ രണ്ടുപേരും പുതിയാപ്പിളയും പുതിയ പെണ്ണും ആദ്യ സമയത്ത് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ആ രംഗം കണ്ടിട്ട്, രണ്ടുപേരുടെ ആ സൗന്ദര്യം കണ്ടിട്ട് അന്നത്തെ അറബികൾ ഇങ്ങനെ പറയുമായിരുന്നു ഒരു പഴഞ്ചൊല്ല് പോലെ, അഹ്സനു സൗജൈനി റഅഹുമ ഇൻസാനു റുഖയ്യത്തുൻ വസൗജുഹ ഉസ്മാനു എന്നൊരു പദ്യം പോലെ അവരിങ്ങനെ പറയുമായിരുന്നു. അതായത് മനുഷ്യൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും സുന്ദരമായ കപ്പിള് അല്ലെങ്കിൽ ദമ്പതികൾ അത് റുഖയ്യയും ഭർത്താവ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുമായിരുന്നു എന്ന് അറബികൾ പറയുമായിരുന്നു. ഒരിക്കൽ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയാം, അദ്ദേഹം കുട്ടിയായിരിക്കുന്ന സമയത്ത് ബഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഉസ്മാൻ ബിസഹ്ഫത്തിൻ ഫിഹാ ലഹ്മുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് ഒരു പാത്രം ഇറച്ചിയായിട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫദഖൽതു അലൈഹി, ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രവേശിച്ചപ്പം റുഖയ്യ ബീവി തൊട്ടടുത്തിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറയാം, ഫമാ റഅയ്തു അഹ്സന മിൻഹുമ, അവരെക്കാൾ മൊഞ്ചുള്ള രണ്ട് പേരെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടേയില്ല. ഫജഅൽതു മർറതൻ അൻദുറു ഇലാ റുഖയ്യ വമർറതൻ അൻദുറു ഇലാ ഉസ്മാന റളിയല്ലാഹു അൻഹുമ. ഞാനിങ്ങനെ ആദ്യം കുറച്ച് നേരം ഇങ്ങനെ റുഖയ്യ ബീവിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കും, പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കും, മാറി മാറി ഇങ്ങനെ നോക്കും, ആ മൊഞ്ചുകൊണ്ട് ആ ഭംഗിയുണ്ട്. അങ്ങനെ ഞാൻ ലേറ്റായിട്ട് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് തിരിച്ചെത്തി. അപ്പോൾ അവിടെ നിന്ന് എന്നോട് ചോദിച്ചു, അദഖൽത അലൈഹിമ, നീ അവരുടെ അടുക്കൽ വീട്ടിൻ്റെ അകത്ത് പ്രവേശിച്ചോ? ഖുൽതു നഅം നബിയെ, ഞാൻ പ്രവേശിച്ചു. അപ്പോൾ നബി എന്നോട് ചോദിക്കുക, ഫഹൽ റഅയ്ത സൗജൻ അഹ്സന മിൻഹുമ, സുബ്ഹാനല്ലാഹ്, നീ അവരെക്കാൾ മൊഞ്ചുള്ള ഭംഗിയുള്ള വേറെ ഏതെങ്കിലും കപ്പിളിനെ ദമ്പതികളെ കണ്ടിട്ടുണ്ടോ ഉസാമ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയെ, അങ്ങയുടെ മകളെയും മരുമകനേക്കാളും മൊഞ്ചുള്ള ഭംഗിയുള്ള വേറെ ആരെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നബിയെ. ഞാൻ അവരുടെ രണ്ടുപേരുടെ മുഖത്തിങ്ങനെ മാറി മാറി നോക്കിയിരുന്നു പോയി, അതാ ഞാൻ ലേറ്റായത് എന്ന് ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളാണെങ്കിലും നേതാവിൻ്റെ മകളും മരുമകനും ആണെങ്കിലും ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ പീഡനം ഏൽക്കേണ്ടി വന്നപ്പം ഇവരാരും ഒഴിവാക്കിയില്ല, ഇവർക്കും പീഡനം ഏൽക്കേണ്ടി വന്നു, ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. അദ്ദേഹത്തെ നമ്മൾ ഈ ചൂടിപ്പായ എന്നൊക്കെ പറയുന്നില്ല, അതുപോലത്തെ ഒരു പായൽ കെട്ടിയിട്ടിട്ട് തീ കത്തിക്കുമായിരുന്നു എന്നാ ചുറ്റും. അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചാപ്പ തന്നെയായിരുന്നു അതിന് നേതൃത്വം നൽകിയിരുന്നത്. ഭയങ്കര പീഡനങ്ങൾ സഹിച്ചു. അങ്ങനെ അവസാനം പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ കുറച്ച് സഹാബാക്കൾ അബിസീനയിലേക്ക് പലായനം ചെയ്തപ്പം അവരുടെ കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നു? നബിയുടെ ഈ മകളും ഭർത്താവും ഉണ്ടായിരുന്നു. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ശേഷം തൻ്റെ ഭാര്യയുമായിട്ട് കുടുംബവുമായിട്ട് ആദ്യം ഹിജ്റ ചെയ്തത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും റുഖയ്യ ബീവിയോ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുകളിൽ നിന്ന് തൻ്റെ ഭാര്യയുടെ കൂടെ ആദ്യമായിട്ട് ഹിജ്റ ചെയ്യുന്നത് ആദ്യത്തെ ദമ്പതികൾ ഇവർ രണ്ടുപേരുമാണ്. അങ്ങനെ അവർ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. പിന്നെ മദീനയിലേക്കും അവർ ഹിജ്റ ചെയ്തു റുഖയ്യ ബീവി. അപ്പോൾ 2 ഹിജ്റ ചെയ്ത സ്ത്രീയാണ് ആര്? നബി തങ്ങളുടെ മക്കളിൽ തന്നെ 2 ഹിജ്റക്കുള്ള ഭാഗ്യം കിട്ടിയ ആളാണ് റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ നബിയുടെ ഈ മകൾ റുഖയ്യ രോഗബാധിതയായി. ഹസ്ബ എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടിൽ 5-ാം പനി എന്നൊക്കെ പറയുന്ന ഒരു രോഗമാണ് അവരെ ബാധിച്ചത്. തീരെ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ അവരെ ഇട്ടിട്ട് പോകുന്ന സമയത്ത് അവർ ഒറ്റക്കാവേണ്ട എന്ന് വിചാരിച്ചിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട്, ഭർത്താവിനോട് അവിടെ നിന്ന് അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലക അജ്റു റജുലിൻ മിമ്മൻ ഷഹിദ ബദറൻ വസഹ്മഹു, നിനക്ക് ബദറിൽ പങ്കെടുത്ത ആളുടെ കൂലിയും കിട്ടും, ഗനീമത്തിൻ്റെ ഓഹരിയും കിട്ടും. ഞാൻ എൻ്റെ കൽപ്പന പ്രകാരമാണ് നീ ഇവിടെ നിൽക്കുന്നത്, നിൻ്റെ ഭാര്യയെ ശുശ്രൂഷിക്കാൻ വേണ്ടി നീ ഇവിടെ നിൽക്കണമെന്ന് റസൂലുള്ളാഹി കൽപ്പിച്ചിട്ട് നബി തങ്ങൾ പോയി. അങ്ങനെ ബദറിൽ യുദ്ധം നടന്നു. 300-ൽ പരം സഹാബാക്കളും 1000-ഓളം വരുന്ന ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടൽ നടന്നു. അത്ഭുതകരമായ രീതിയിൽ മുസ്ലിമീങ്ങൾ വിജയിച്ചു. സഹാബാക്കൾക്കെല്ലാം ഭയങ്കര സന്തോഷമായി. ആ സന്തോഷ വാർത്ത മദീനക്കാരെ അറിയിക്കാൻ വേണ്ടി റസൂലുള്ളാഹി അയക്കുന്നത് സെയ്ദ് ബിൻ ഹാരിസയും അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു 2 പേരാണ്. ഒരാൾ ഒരു ഭാഗത്തും മറ്റേയാൾ മറുഭാഗത്തും. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഈ സന്തോഷ വാർത്തയും കൊണ്ട് മദീനത്തേക്ക് എത്തുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എൻ്റെ മകൻ ഉസാമയും കൂടെ ഉസ്മാനും ഒക്കെ കൂടിയിട്ട് നബി തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രിയെ അടക്കം ചെയ്തിട്ട് മണ്ണ് വാരിയിടുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അത്രയും ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് ഒരു വലിയ സന്തോഷ വാർത്തയുമായിട്ട് ഞാൻ വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കിയേ. റസൂലുള്ളാഹി പിന്നെയും ലേറ്റായിട്ടാണ് മദീനത്തേക്ക് എത്തുന്നത്. 17 കഴിഞ്ഞ് പിന്നെയും ലേറ്റായിട്ട്, അതായത് റമളാൻ തീരാനാവുമ്പം പെരുന്നാളിൻ്റെ മുമ്പ്, അന്ന് ആദ്യത്തെ റമളാനാണ്. അങ്ങനെയാണെങ്കിൽ ആ റമളാനിന് ശേഷം വരാൻ പോകുന്ന പെരുന്നാൾ ആദ്യത്തെ പെരുന്നാളാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് അത്ഭുതകരമായി ബദറിൽ ജയിച്ച സന്തോഷമുണ്ട്, മറുഭാഗത്ത് അവർ ആദ്യത്തെ പെരുന്നാളിനെ വരവേൽക്കാൻ പോവാം, അതിൻ്റെ ആഹ്ലാദമുണ്ട്.
മദീന മൊത്തവും സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ്. പക്ഷേ മദീനത്തേക്ക് ആ സൈന്യം തിരിച്ചെത്തുമ്പോൾ ഒരാൾ മാത്രം ഭയങ്കര ദുഃഖത്തിലാണ്, ഭയങ്കര വിഷമത്തിലാണ്. അയാൾക്ക് ആ വിഷമം താങ്ങാൻ കഴിയുന്നില്ല. കാരണം അയാളെ കാത്തിരിക്കുന്നത് സ്വന്തം മകളുടെ മരണ വാർത്തയായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അറിഞ്ഞ ഉടനെ മദീനയിലെത്തി സാധനമൊക്കെ ഇറക്കി വെച്ച് നേരെ ബഖീയിൽ പോയി ഒരുപാട് നേരം അവിടെ നിന്ന് അവർക്ക് വേണ്ടി കരഞ്ഞു ദുആ ചെയ്തു എന്നാണ്. വെറും 22 വയസ്സായിരുന്നു ആ മകൾ മരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സന്ദർഭത്തിൽ പോലും മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ വേണ്ടി വിട്ടിരുന്നില്ല. എപ്പോഴും ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. കാരണം ഇത് ദുനിയാവാണ്, ഇവിടെ സന്തോഷിക്കേണ്ട ഗേഹമല്ല, ആഹ്ലാദിക്കേണ്ട ഭവനമല്ല, റാഹത്ത് റെസ്റ്റ് എടുക്കേണ്ട വീടല്ല ഇത്. മറിച്ചോ ഇവിടെ കഷ്ടപ്പാടും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഉണ്ടാവുക. അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതലായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ചെറിയ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നൊമ്പരങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെന്തിനാണ് ബേജാറാകുന്നത്? നമ്മുടെ റസൂല് ഒരിക്കൽ പോലും മനസ്സറിഞ്ഞ് സന്തോഷിച്ചിട്ടില്ല, മനസ്സറിഞ്ഞ് ആഹ്ലാദിച്ചിട്ടില്ല. ഇനി നമുക്ക് യാതൊരു ബേജാറും വേണ്ട. എന്ത് പ്രശ്നം വന്നാലും റസൂലുള്ളാഹിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി, റസൂലുള്ളാഹിൻ്റെ ബുദ്ധിമുട്ടിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. അതോടുകൂടി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ചെറുതായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റസൂലിൻ്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ റമദാൻ മാസത്തിൻ്റെ അവസാനത്തിൽ ബദറിൽ നിന്ന് തിരിച്ചെത്തി. ഇനി ബദറിന് ശേഷം പിന്നെന്താ നടന്നത്? സാധാരണ അത്യാവശ്യം ചരിത്രത്തെക്കുറിച്ചൊക്കെ അറിവുള്ള നമ്മളോട് ചോദിച്ചാൽ ബദറിന് ശേഷം അടുത്തത് ഉഹദ്. അടുത്ത വർഷം വരെ റസൂൽ അങ്ങനെ വിശ്രമിച്ചു. അത്യാവശ്യം നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട് മദീനയിൽ തന്നെ കഴിഞ്ഞു. പിന്നെ ഉഹദിന് അബൂ സുഫിയാനും സൈന്യവും യുദ്ധം ചെയ്യാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം ഇറങ്ങി പുറപ്പെട്ടു. ഇനി ചരിത്രത്തിൻ്റെ വിദ്യാർത്ഥികളായ നിങ്ങളോട് അങ്ങനെ ചോദിച്ചാൽ അതായിരിക്കരുത് ഉത്തരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വർഷം പോയിട്ട് ഒരു ആഴ്ച പോലും സുഗമമായിട്ട് വിശ്രമിക്കാൻ വേണ്ടി നബി തങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. 7 ദിവസം മാത്രമാണ് ബദർ കഴിഞ്ഞ് റസൂലുള്ളാഹി മദീനത്തിൽ നിന്നത്. 7 ദിവസത്തിന് ശേഷം വീണ്ടും അടുത്ത 200 പേരുമായിട്ട് അടുത്ത യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. ഉഹദല്ല, ഈ ഉഹദിനും ബദറിനും ഇടയിൽ ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സൈനിക നീക്കങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? അന്ന് ഖുറൈശികൾ മാത്രമായിരുന്നില്ല മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾ. അറേബ്യൻ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും വളരെ ഉത്കണ്ഠയോടുകൂടി റസൂലുള്ളാഹിനെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, എന്താ സംഭവിക്കുന്നത്. അപ്പം മദീന പിച്ച വെച്ച് തുടങ്ങുന്ന രാഷ്ട്രമായതുകൊണ്ട്, അവർ തുടക്കത്തിലായതുകൊണ്ട് ആ അവസരത്തെ മുതലെടുത്തിട്ട് മുസ്ലിമീങ്ങളെ മദീനയെ നശിപ്പിക്കാൻ വേണ്ടി അറേബ്യൻ പ്രദേശത്തുള്ള അധിക ഗോത്രക്കാരും ഹിജ്റ 1-ാം വർഷവും 2-ാം വർഷവും 3-ാം വർഷവും കഠിന പ്രയത്നം നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും നമുക്കറിയാത്തത്, അത് ചരിത്രത്തിൽ പ്രസിദ്ധമാകാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ബുദ്ധിപരമായി സ്ട്രാറ്റജിക്കായിട്ട് ആ നീക്കങ്ങളെയൊക്കെ അങ്ങോട്ട് ഉള്ള ഇടപെടൽ കൊണ്ട് എല്ലാത്തിനെയും തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞിരുന്നു. ഒന്നിലും ഒരു യുദ്ധം പോലും നടക്കേണ്ടി ആവശ്യം വന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുളയിലെ നുള്ളിക്കളയുക എന്നൊരു സ്ട്രാറ്റജി, എന്നൊരു രീതി സ്വീകരിച്ചുകൊണ്ട് ഈ പറഞ്ഞ ആളുകളെയൊക്കെ റസൂലുള്ളാഹി അടക്കി ഒതുക്കി നിർത്തിയിരുന്നു. അതുകൊണ്ടാണ് സായുധ സംഘടനകളും രക്തം ചീന്തലും ഒന്നും ഉണ്ടാകാത്തത് കൊണ്ടാണ് നമ്മൾ ആ യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ അറിയാതെ വരും. റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം നബി ഒരു ദൗത്യം ഏറ്റെടുത്താൽ, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അത് 100% നല്ല വൃത്തിക്ക് പൂർത്തിയാക്കുമായിരുന്നു. നബി തങ്ങളിപ്പം ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപനാണ്, ഒരു രാജാവാണ്, ഒരു ഭരണാധികാരിയാണ്. അപ്പോൾ അത് ഏറ്റെടുത്തിട്ട് അള്ളാഹിൽ തവക്കുലാക്കിയിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കലല്ല, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ റസൂലുള്ള കൃത്യമായിട്ട് ചെയ്തിരുന്നു. ആ ഉത്തരവാദിത്തം 100% വളരെ വൃത്തിയായിട്ട് റസൂലുള്ള പൂർത്തീകരിച്ചിരുന്നു. അപ്പോൾ ഇതെന്താ സംഭവം? ഇതെന്തായിരുന്നു യുദ്ധം? അപ്പം നബി എല്ലാ മേഖലകളിലും ഇൻ്റലിജൻസ് വകുപ്പ് വിഭാഗമായിട്ട് ബ്യൂറോ പോലെ കുറേ ആളുകളെ ഇങ്ങനെ സഹാബാക്കളെ ഇങ്ങനെ വിന്യസിപ്പിച്ചിരുന്നു. ബദറിൻ്റെ സംഭവത്തിലും നമ്മൾ കുറേയൊക്കെ പറഞ്ഞാണ്. അപ്പം നബി തങ്ങളുടെ ഇൻ്റലിജൻസ് വിഭാഗത്തിൽപ്പെട്ട ഒരു സഹാബി നബി തങ്ങൾക്ക് വിവരം നൽകി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം നൽകി, നബിയെ ഗത്ഫാൻ ഗോത്രത്തിൽപ്പെട്ട ബനൂ സുലൈം എന്ന് പറഞ്ഞ ഒരു ഗോത്രം അങ്ങേക്കെതിരെ യുദ്ധത്തിന് വേണ്ടി കോപ്പ് കൂട്ടുന്നുണ്ട് എന്ന് മാത്രമല്ല, മദീനത്തെ പ്രാന്തപ്രദേശങ്ങളിലുള്ള മദീനത്തുകാർ ആടുകളെയും ഒട്ടകങ്ങളെയൊക്കെ മേയ്ക്കാൻ അയക്കുന്ന പല സ്ഥലങ്ങളെയും അവർ ലക്ഷ്യം വെക്കുന്നുണ്ട്. കൊള്ളയടിക്കാനും യുദ്ധം ചെയ്യാനും ഒക്കെ അവർ മുന്നൊരുക്കം നടത്തുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം നൽകി. നബി തങ്ങൾ ഇത് അറിഞ്ഞ ഉടനെ ഒരു 200 പേരെയും കൂട്ടി അങ്ങോട്ടേക്ക് യാത്രയായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയാകുന്നത്, ഇതിൻ്റെ പേര് ബനൂ സുലൈം ഗോത്രമായിട്ടുള്ള യുദ്ധമായതുകൊണ്ട് ഗസ്വത്തു ബനൂ സുലൈം എന്നും പറയാറുണ്ട്. അതേപോലെ തന്നെ ഗസ്വത്തു ഖർഖറത്തുൽ ഖിദ്ർ എന്നും പറയാറുണ്ട് ഈ യുദ്ധത്തിന്. ഖർഖറത്തുൽ ഖിദ്ർ എന്ന് പറഞ്ഞാൽ നിരപ്പായ സ്ഥലം. ഖിദ്ർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം പക്ഷിയാണ്. ആ പക്ഷികൾ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഒരു നിരപ്പായ സ്ഥലത്തായിരുന്നു യുദ്ധം നടന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ പേര് വന്നത്.
ഈ സ്ഥലം കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മദീനത്ത് നിന്ന് സൗദിയിൽ തന്നെയുള്ള ഖസീം എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. അപ്പോൾ മദീനത്ത് നിന്ന് ഖസീമിലേക്ക് പോകുന്ന വഴിക്ക് ഒരു 50 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്താൽ പിന്നെ നമ്മുടെ വലതു ഭാഗത്ത് കാണുന്ന സ്ഥലത്താണ് ഈ ഗസ്വത്ത് ബനി സുലൈം എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നത് കേട്ടോ. 80 കിലോമീറ്റർ യാത്ര ചെയ്ത് പിന്നെ വലതു ഭാഗത്ത് കാണുന്ന ഇത്. അപ്പോൾ റസൂലുള്ള ഷവ്വാൽ മാസം റമദാൻ മാസത്തിൻ്റെ അവസാനം എത്തി 7 ദിവസം മദീനത്ത് താമസിച്ചു. 7ാമത്തെ ദിവസം 200 പേരെയും കൂട്ടിയിട്ട് റസൂലുള്ള യാത്രയായി. ഈ യുദ്ധത്തിൽ, ഈ യാത്രയിൽ മുസ്ലിമീങ്ങളുടെ കൊടിയുടെ നിറം വെള്ള കളറായിരുന്നു. ആ കൊടി ഏന്തിയിരുന്നത് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. നബി എപ്പോഴൊക്കെ മദീന വിട്ട് പുറത്തു പോയോ അപ്പോഴൊക്കെ മദീനത്ത് ആരെങ്കിലും ഒരാളെ പകരക്കാരനാക്കിയിട്ട് മാത്രമേ പോകുമായിരുന്നുള്ളൂ. ഈ യുദ്ധത്തിന് വേണ്ടി പോയപ്പം സിബ ഇബ്നു അർഫത്ത എന്ന് പറഞ്ഞ സഹാബിയാണ് പകരക്കാരനാക്കിയിട്ട് പോയത്. നമ്മൾ പേര് പോലും കേട്ടിട്ടില്ല അല്ലേ. അങ്ങനെ ഒരു സഹാബിയാണ് പകരക്കാരനാക്കിയിട്ട് പോയത്. അപ്പോൾ ഇവരിങ്ങനെ വലിയ നബിതങ്ങളെ ആക്രമിക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ 200 പേരെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് യാത്രയായി. അപ്പോൾ നബി വരുന്നുണ്ട് എന്നുള്ള വാർത്ത കേട്ടതും ഇവരാകെ പേടിച്ചു പോയി. ഇവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഒരു വലിയ യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവരൊരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടേ ഇരുന്നില്ല. നബി വരുന്നുണ്ട് എന്നുള്ള വാർത്ത കേട്ട് ഇവർ പേടിച്ച് ഇവരുടെ ഒട്ടകങ്ങളെയും മറ്റും അവിടെ ഉപേക്ഷിച്ചിട്ട്, ഈ പറഞ്ഞ ആ സ്ഥലത്ത് ഉപേക്ഷിച്ച് ഇവരൊക്കെ ഓടി മലയുടെ പിന്നിലും മലയിടുക്കുകളിലും പോയി ഒളിച്ചു. അപ്പോൾ റസൂലുള്ള അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച കുറേ ഒട്ടകങ്ങളും ഒരു മനുഷ്യ കുഞ്ഞു പോലും അവിടെ ഇല്ല. അങ്ങനെ 3 ദിവസത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ താമസിച്ചു. 3 ദിവസമായിട്ടും ആരെയും കാണാത്തത് കൊണ്ട് ഈ ഒട്ടകങ്ങളെ മൊത്തവും ഗനീമത്ത് സ്വത്തായിട്ട് എടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നു. ഈ ഒട്ടകത്തിൻ്റെ കൂട്ടത്തിൽ ഒരു അടിമയും ഉണ്ടായിരുന്നു. അടിമയുടെ പേര് യസാർ എന്നാണ്. പിന്നീട് അദ്ദേഹം മുസ്ലിമായി റളിയല്ലാഹു അൻഹു. യസാർ. അപ്പോൾ ഈ ഒട്ടകത്തെ ഗനീമത്ത് സ്വത്തായിട്ട് കിട്ടി. അപ്പോൾ ഈ ഗനീമത്തിനെ ഇനി വീതിക്കണം. അത് നമ്മൾ ബദറിന് ശേഷം തന്നെ പറയേണ്ടതായിരുന്നു, നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഗനീമത്തിനെ വീതിക്കേണ്ട രീതി പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സൂറത്ത് തോബയിൽ പറഞ്ഞിട്ടുണ്ട്. വഅലമു അന്നമാ ഗനിംതും മിൻ ഷൈഇൻ എന്ന് തുടങ്ങുന്ന ആയത്തിൽ ഗനീമത്ത് വീതിക്കുമ്പോൾ മൊത്തം കിട്ടിയ സാധനം, ചിലപ്പോൾ കുറേ ആയുധങ്ങളുണ്ടാവും, ചിലപ്പോൾ കുറേ മൃഗങ്ങളായിരിക്കും, ചിലപ്പോൾ നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ഉടയാടകളും ഉണ്ടാവും, ചിലപ്പോൾ സമ്പത്തുണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതിനെ 5 ഭാഗമായിട്ട് വീതിക്കും. ശ്രദ്ധിക്കണേ, 5 ഭാഗമായിട്ട് വീതിക്കും. അപ്പോൾ 100% ആണെങ്കിൽ 20 20 20 20 എന്ന് പറഞ്ഞിട്ട് 5 ഭാഗമായിട്ട് വീതിക്കും. ഇതിൽ 4 ഭാഗം ആർക്കുള്ളതാ? ഈ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികർക്കുള്ളതാണ്. ആ 4 ഭാഗവും കൊടുക്കും. അതായത് 80% ആർക്ക് കൊടുക്കും? യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികർക്ക് കൊടുക്കും. ബാക്കിയുള്ള 20% ഇല്ലേ, ആ 20% വീണ്ടും 5ആയിട്ട് ഭാഗിക്കും. അത് ഖുർആനിൽ, എന്നിട്ട് ആ 5 ഭാഗം ഖുർആനിൽ പറഞ്ഞതുപോലെ വീതിക്കും. 1 അള്ളാഹുവിനും അവൻ്റെ റസൂലിനും, 2 നബിതങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബാദികൾക്ക്, അത് ഹാഷിമികൾക്കും ബനൂ മുത്തലിബിനും ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകാറുള്ളത്. അന്ന ലില്ലാഹി വലിദിൽ ഖുർബ വൽ യതാമ. 3ാമത്തെ ഓഹരി ആർക്കാ? ഈ 20% വീണ്ടും 5ആക്കി മാറ്റും. അതായത് 4 4 4 4 എന്ന് പറഞ്ഞാൽ 5ആക്കി മാറ്റും. 3ാമത്തെ 4 ഓഹരി ആർക്കാ? യതീമീങ്ങൾക്ക്. 4ാമത്തെ 4 ഓഹരി ആർക്കാ? വൽ മസാക്കീൻ, മിസ്കീങ്ങൾക്ക്. പിന്നെയോ വബിനി സബീൽ. 5ാമത്തെ ഓഹരി ആർക്കാ? വഴി യാത്രക്കാർക്ക്, വഴിപോക്കർക്ക്. ഇങ്ങനെയായിരുന്നു ഗനീമത്ത് സ്വത്തിനെ വീതിച്ചിരുന്നു. അപ്പോൾ ഏകദേശം 500ഓളം ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സഹാബിക്ക് 200 സഹാബികളായി. ഒരു സഹാബിക്ക് എത്ര ഒട്ടകം കിട്ടിയിട്ടുണ്ടാവും? 2 ഒട്ടകം വെച്ചിട്ട് ഈ യുദ്ധത്തിൽ കിട്ടി. ഇങ്ങനെ ഗനീമത്ത് വീതം വെച്ചപ്പം ഈ യസാർ എന്ന് പറഞ്ഞ റളിയല്ലാഹു അൻഹു, ഈ അടിമ റസൂലുള്ളാഹിൻ്റെ ഓഹരിയിലാണ് വന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നപ്പം അദ്ദേഹം നബിതങ്ങളൊക്കെ കണ്ട് പിന്നെ അധികം താമസിച്ചില്ല, അയാൾ മുസ്ലിമായി. മുസ്ലിമായതിനു ശേഷം നബിതങ്ങൾ ഒരിക്കൽ വീട്ടിൽ വരുമ്പോൾ കാണുന്നത് ഈ സഹാബി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച. നബിതങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. നബിതങ്ങൾ അദ്ദേഹത്തെ മോചിപ്പിച്ചു, അദ്ദേഹം സ്വതന്ത്രനായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ യസാർ എന്ന് പറഞ്ഞ അടിമ, ഈ ചരിത്രം പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പം മുഴുവൻ പണ്ഡിതന്മാരും മുഴുവൻ ചരിത്രകാരന്മാരും അന്ന് 500 ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു, ഒരടിമയും ഉണ്ടായിരുന്നു. ആ അടിമയുടെ പേര് യസാർ എന്നായിരുന്നു റളിയല്ലാഹു അൻഹു എന്ന് വ്യക്തമായി പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്നാലോചിക്കൂ, ഒരു സാധാരണക്കാരനായ ഒരു അടിമ, ആ അടിമയുടെ തലവര ഒറ്റ ദിവസം കൊണ്ട് മാറി മറിയാം. അതിനുള്ള ഒറ്റ കാരണം എന്താ? അയാൾ റസൂലുള്ളാഹിൻ്റെ വിഹിതത്തിൽ വന്നു എന്നുള്ളത് മാത്രമേ. ഇനി ആ അടിമയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഈ സംഭവത്തെ ഒന്ന് വീക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചേ. ഒരു പാവപ്പെട്ട അടിമ, അന്നും സാധാരണ പോലെയുള്ള ഒരു ദിവസം, ഒരു പകൽ, അയാൾ അന്നും യജമാനൻ്റെ വഴക്കും പിന്നെ ആക്ഷേപമൊക്കെ കൊണ്ടിട്ട് ഒട്ടകത്തെ മേയ്ക്കാൻ വേണ്ടിയിട്ട് പോന്നു. പെട്ടെന്നാണ് മദീനത്ത് നിന്ന്, ആ അടിമയുടെ ഭാഗത്ത് നമ്മൾ സംഭവം വീക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ, പെട്ടെന്നാണ് മദീനത്ത് നിന്ന് വലിയൊരു സൈന്യം വരുന്നുണ്ട് എന്നുള്ള വാർത്ത കേൾക്കുന്നത്. ആ വാർത്ത കേട്ട ഉടനെ തൻ്റെ മുതലാളിയും ബാക്കിയുള്ള മുഴുവൻ ഗോത്രക്കാരും പേടിച്ചോടുന്നു. ഈ പാവം അടിമക്ക് പേടിച്ചോടാൻ പോലുള്ള താക്കത്തില്ല, അത്രയും പാവമാണ്. അതുകൊണ്ട് അയാൾ മാത്രം ഈ ഒട്ടകങ്ങളുടെ കൂടെ കുടുങ്ങിക്കിടക്കുന്നു.
ആ സമയത്ത് ഈ സൈന്യം വലിയ പിന്നെ ഈ മദീനത്തു നിന്നുള്ള മുശ്രിക്കീങ്ങളെ തോപ്പിച്ച മക്കാരെ തോപ്പിച്ച ഈ വലിയ സൈന്യം അവരുടെ മുഴുവൻ സന്നാഹങ്ങളോടുകൂടി വന്ന് ഈ ഒട്ടകങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ പാവം അടിമയും അവർ ബന്ദിയാക്കുന്നു. പക്ഷേ അവർ ആ യുദ്ധത്തിൽ പിടിച്ച സാധന സാമഗ്രികൾ വീതിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ എന്തോ വലിയ ഭാഗ്യത്താൽ ആ മനുഷ്യൻ ആരുടെ ഓഹരിയിൽ വരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓഹരി. അതോടുകൂടി ആ മനുഷ്യൻ്റെ തലവര തന്നെ മാറി വരുന്നു. ഒന്നാലോചിച്ച് നോക്കിയേ, ഇങ്ങ് ലോകത്തിൻ്റെ ഏതോ ഒരു മൂലയിൽ മന്ന എന്നൊരു പ്രദേശത്ത് ഏതോ ഒരു ഭാഷ സംസാരിക്കുന്ന നമ്മളും ആ മനുഷ്യൻ്റെ ആ അടിമയുടെ പേര്, ആ ആട്ടിടയൻ്റെ പേര് പറയുന്നു. പേര് പറഞ്ഞതിന് ശേഷം നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. സുബ്ഹാനല്ലാഹ്. അത് ആ അടിമയുടെ അല്ലെങ്കിൽ ആ സഹാബിയുടെ മാത്രം ശ്രേഷ്ഠതയല്ല, മറിച്ച് ആരെ ശ്രേഷ്ഠതയാ? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫളീലത്താണ്, നബിതങ്ങളുടെ പവറാണ്. നബിതങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സംഭവമാകും. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു മാല ചരിത്രത്തിൽ കയറി പറ്റിയതിനെ പറ്റി പറഞ്ഞു. അതിനു മുമ്പ് ഒരു ചെന്നായ ചരിത്രത്തിൽ കയറിയതിനെ കുറിച്ച് പറഞ്ഞു. അതിനു മുമ്പ് ഹിജറയുടെ സംഭവത്തിൽ റസൂലുള്ളാഹിയുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഒരു ഒട്ടകം, അല്ലേ, നബിതങ്ങൾ യാത്ര ചെയ്ത ഒട്ടകം, ആ ഒട്ടകം എത്ര വലിയ ദൗത്യം നിർവഹിച്ച്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് ബന്ധപ്പെടുന്ന മുഴുവൻ സാധനങ്ങളും മുഴുവൻ വസ്തുക്കളും, അത് ജീവനുള്ളതാകട്ടെ ജീവനില്ലാത്തതാകട്ടെ, അതൊക്കെയും എവിടെ ചെന്ന് കയറുക? ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറാണ്. അപ്പം അടിമയുടെ പേര് ഓർമ്മ വേണം, യസാർ. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഇനിയും പറയും. ഒരു സംഭവം കൂടിയുണ്ട് കേട്ടോ, വളരെ ക്രൂരമായ രീതിയിൽ ശത്രുക്കൾ അദ്ദേഹത്തെ കൊല ചെയ്യുന്നുണ്ട്, ആ പാവത്തിന്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ആ സ്ഥലത്തെത്തുമ്പോൾ പറയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധത്തിന് വേണ്ടി ഗസ്വത്ത്, എന്താ പേര്? ബനി സുലൈം, ഗസ്വത്തു ബനി സുലൈം. ഈ യുദ്ധത്തിന് വേണ്ടി റസൂലുള്ള ടോട്ടൽ മദീനത്ത് നിന്ന് വിട്ടു നിന്നത് 15 ദിവസമായിരുന്നു. 3 ദിവസം അവിടെ തങ്ങി, പിന്നെ 80 കിലോമീറ്റർ പോകണമല്ലോ, പോകാനും വരാനും ഒക്കെ എടുത്തിട്ട് ആകെ 15 ദിവസമാണ് റസൂലുള്ള പിന്തുന്നത്. അതേപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ബദറിന് ശേഷം നടന്ന മറ്റൊരു സംഭവമാണ് മുനാഫിക്കീങ്ങളുടെ വെളിവാകൽ. അതിന് മുമ്പ് മുനാഫിക്കീങ്ങളില്ലായിരുന്നു. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, റസൂലുള്ള മദീനത്ത് വരുമ്പം ഏകദേശം 90% അൻസാരികൾ മുസ്ലിമീങ്ങളായിരുന്നു. ഒരു 10% അല്ലെങ്കിൽ ചെറിയ ഒരു കുറച്ച് വിഭാഗം ആളുകൾ മാത്രം അവരുടെ ഷിർക്കിൽ അടിയുറച്ചു നിന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ, പിന്നീട് മുനാഫിക്കീങ്ങളുടെ നേതാവായ അബ്ദുള്ള എന്ന് പറഞ്ഞ ആൾ, റസൂലുള്ളാഹിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച മനുഷ്യൻ. അപ്പോൾ അയാളും മുശ്രിക്കായിട്ട് തന്നെ തുടർന്നു. അയാൾ മുശ്രിക്കായിട്ട് തുടരാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഈ മനുഷ്യനെ മദീനക്കാർ മുഴുവനും കൂടിയിട്ട് അവിടുത്തെ രാജാവാക്കാൻ വേണ്ടി തീരുമാനിച്ച് അതിനുള്ള കുപ്പായൊക്കെ തുന്നി കിരീടമൊക്കെ തയ്യാറാക്കി വെച്ച് കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് റസൂലുള്ള കടന്നു വരുന്നതും നബിതങ്ങൾ മദീനത്തെ ഭരണാധികാരിയാകുന്നതും. അതുകൊണ്ട് ഇയാൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു റസൂലുള്ളാഹിനോട്. അതുകൊണ്ട് തന്നെ അബൂജഹലിനെക്കാട്ട് റസൂലുള്ളാഹിനെ വ്യക്തിപരമായിട്ട് വിഷമിപ്പിച്ചത് ഒരുപക്ഷെ ഉബയ്യ് ഇബ്നു സുലൂൽ. അബൂജഹലിനും ബാക്കിയുള്ള മുശ്രിക്കീങ്ങൾക്കും വ്യക്തിപരമായിട്ട് റസൂലുള്ളാഹിനോട് ഒരു വിദ്വേഷവും ഇല്ല. കാരണം നബിതങ്ങൾ ഈ ദൗത്യവുമായിട്ട് ഇറങ്ങുന്നതിൻ്റെ തലേന്ന് വരെ അവരൊക്കെ എന്തായിരുന്നു വിളിച്ചിരുന്നത്? അൽ അമീൻ എന്നായിരുന്നു. പക്ഷെ ഇയാൾക്ക് അങ്ങനെയല്ല. ഇയാൾക്ക് വ്യക്തിപരമായിട്ട് റസൂലുള്ളാഹി എന്ന ആ ഒരു വ്യക്തിയോട്, ആ ഒരു മനുഷ്യനോട് ഭയങ്കര ദേഷ്യമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് റസൂലുള്ളാഹിൻ്റെ ഭാര്യയുടെ വിഷയത്തിൽ പോലും ആരോപണം പറയാൻ വേണ്ടി അയാൾ മടി കാണിക്കാത്തത്. അബൂജഹലൊന്നും അങ്ങനത്തെ വൃത്തികേട് ഒരിക്കലും ചെയ്തിട്ടില്ല. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അവരൊക്കെ ശത്രുവശത്ത് നിന്നപ്പോൾ അത്രയും വൃത്തികേട് ഒരിക്കലും ചെയ്തിരുന്നില്ല. പക്ഷേ ഇയാൾ ആ വൃത്തികേടും ചെയ്തു. റസൂലുള്ളാഹിനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ച ആളായിരുന്നു. അപ്പോൾ ഇയാളുടെ ഷിർക്കിൽ തന്നെ ഉറച്ചു നിന്നു. അവർ മുനാഫിക് എന്നുള്ള ഒരു കാറ്റഗറി ബദറിന് മുമ്പ് വരെ ഉണ്ടായിരുന്നില്ല. മുശ്രിക്കീങ്ങൾ, മുസ്ലിമീങ്ങൾ, ഇവർ പരസ്യമായിട്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിക്കുമായിരുന്നു, ബുദ്ധിമുട്ടിക്കുമായിരുന്നു. നബി തങ്ങൾ ഒരിക്കൽ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു കഴുതയുടെ പിന്നിലിരുത്തിയിട്ട് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം രോഗിയായപ്പോൾ സന്ദർശിക്കാൻ വേണ്ടി പോവാം. ബനുൽ ഹാരിസ് എന്ന് പറഞ്ഞ ഗോത്രത്തിൽ, ഖസറജ് ഗോത്രത്തിലെ ബനുൽ ഹാരിസ് എന്ന കുടുംബത്തിലാണ് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുന്നത്. അവിടെ തന്നെയാണ് ഖസറജ് ഗോത്രക്കാരനാണ് ആര്? അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂലും. നബി തങ്ങൾ ഇങ്ങനെ കഴുതപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ റോഡ് സൈഡിൽ ഒരു മജ്ലിസിൽ മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളൊക്കെ ഇടകലർന്നിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഉണ്ട്, അബ്ദുല്ലാഹിബ്നു ഉബയ്യ് എന്ന ഈ വൃത്തികെട്ട മുനാഫിക്കിൻ്റെ നേതാവും ഉണ്ട്. അയാളന്ന് ഷിർക്കിൽ തന്നെ ഉള്ളത്. അപ്പോൾ റസൂലുള്ളാഹി ഇങ്ങനെ വരുന്നത് കണ്ടിട്ട് ഇവന് പെട്ടെന്ന് തന്നെ റസൂലുള്ളാഹിനെ ഒരു ഇകഴ്ത്താൻ വേണ്ടിയിട്ട്, മോശമാക്കാൻ വേണ്ടി ഇവൻ പെട്ടെന്ന് ഒരു പ്രത്യേക ഒരു മുഖം മറക്കൽ, എന്നിട്ട് ഒരു വെറുപ്പ് പിടിച്ച പോലെ പറഞ്ഞു, ലാ തുഖബ്ബിറു, വെറുതെ ഞങ്ങളെ പൊടി വളർത്തിയിട്ട് ഇടങ്ങേറാക്കല്ല എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹിനെ മോശം പറയാൻ തുടങ്ങി. നബി തങ്ങൾ മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളും ഒന്നിച്ചിരിക്കുന്ന കണ്ടിട്ട് വണ്ടി അവിടെ നിർത്തി അവിടെ നിന്ന് ഇറങ്ങി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരത്തെയും പാഴാക്കുമായിരുന്നില്ല. അങ്ങനെ നബി തങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ആ ടെൻറ്റിലേക്ക് പോയി അവരോട് ഖുർആൻ ഓതി ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി ബാക്കി മുസ്ലിം ആകാത്ത ആളുകളെ ഇസ്ലാമിലേക്ക് ഇങ്ങനെ ക്ഷണിച്ചു. ഇത് കേട്ടിട്ട് ഇവന് സഹിച്ചില്ല. ഇവൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അയ്യുഹൽ മർ, അങ്ങേയറ്റം ബഹുമാനമില്ലാതെ നബി തങ്ങളെ കളിയാക്കി പരിഹസിച്ച് ഇകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, അയ്യുഹൽ മർ
ഇന്നഹു ലാ അഹ്സന മിമ്മാ തഖൂൽ ഇൻ കാന ഹഖൻ. നീ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ നീ പറയുന്ന കാര്യം വളരെ അടിപൊളിയാണ്. പക്ഷെ എന്ത് ചെയ്യാം, നീ ഇത്രയും നല്ല കാര്യം പറയുന്നുണ്ടെങ്കിലും അതൊന്നും സത്യമല്ലല്ലോ, അതൊക്കെ പച്ചക്കള്ളമല്ലേ. ഫലാ തുഅ്ദിനാ ബിഹി ഫി മജ്ലിസിന, അതുകൊണ്ട് ഞങ്ങളുടെ മജ്ലിസിൽ നീ ഞങ്ങളെ വെറുതെ ഇടകേറാക്കാൻ വേണ്ടി നീ വരല്ലേ. ഇർജി ഇലാ റഹ്ലിക്, നീ നിന്റെ സ്ഥലത്ത് പോ. ഫമൻ ജാഅക ഫഖ്സുസ് അലൈഹി, നിന്റെ ഈ കഥയൊക്കെ അവിടെ ആരെങ്കിലും വന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കും, ഞങ്ങളോട് പറയണ്ട എന്ന് പറഞ്ഞ് അങ്ങേയറ്റം ഇകഴ്ത്തിയിട്ട് മോശമായിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു. ഇത് കേട്ട് കൂട്ടത്തിൽ അബ്ദുല്ലാഹി ബിൻ റവാഹ എന്ന് പറഞ്ഞ അൻസാരി സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സഹിച്ചില്ല. അദ്ദേഹം ചാടി എഴുന്നേറ്റ് ബലാ യാ റസൂലല്ലാഹ്, ഒരിക്കലുമില്ല നബിയെ, അവിടെ നിൽക്കുക, അങ്ങ് എവിടെയും പോകണ്ട. ഫഖ്ശിനാ ബിഹി ഫീ മജാലിസിനാ ഫഇന്നാ നുഹിബ്ബു ദാലിക, ഞങ്ങളുടെ ഈ മജ്ലിസിൽ വെച്ച് തന്നെ അങ്ങ് ഞങ്ങൾക്ക് ഉപദേശം നൽകാം, ഞങ്ങൾക്കത് ഇഷ്ടമാണ്, അങ്ങ് എവിടെയും പോകണ്ട എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇപ്പുറത്ത് ഈ മുശ്രിക്കീങ്ങളും ചാടി എഴുന്നേറ്റ്, മുസ്ലിമീങ്ങളും ചാടി എഴുന്നേറ്റ്, ഉന്തും തള്ളുവായി, വാക്ക് തർക്കമായി, അങ്ങോട്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ ആയി. പിന്നെ റസൂലുള്ളാഹി അവരുടെ ഇടയിൽ ഇടപെട്ട് ഒരു തരത്തിൽ അവരെ സമാധാനിപ്പിച്ച് അവരെ അടക്കി നിർത്തി, ഒരു കുഴപ്പമില്ലാണ്ട് പ്രശ്നം പരിഹരിച്ചു. നബി തങ്ങൾക്ക് പക്ഷേ ഇത് മനസ്സിന് ഭയങ്കര വേദന ഉണ്ടാക്കി, വിഷമം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹുവിന്റെ വീട്ടിലെത്തിയിട്ട് റസൂലുള്ളാഹി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, യാ സഅദേ അലം തസ്മഅ മാ ഖാല അബൂ ഹുബാബ് ഖാല കദാ വകദാ. നീ അബൂ ഹുബാബ് എന്ന് പറഞ്ഞാൽ അബ്ദുള്ളാന്റെ കുനിയത്താണ്, ഈ അബൂ ഹുബാബ് പറഞ്ഞത് നീ കേട്ടില്ല സഅദേ? എന്തൊക്കെയാ വൃത്തികേടുകൾ അവൻ പറഞ്ഞു, അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ഭയങ്കര വിഷമത്തോടുകൂടി റസൂലുള്ളാഹി പറയുന്നുണ്ട്. അപ്പോൾ സഅദ് ബിൻ ഉബാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനം, നബിയെ വിട്ടേരെ, കാരണം അവനിവിടെ രാജാവാകാൻ വേണ്ടി കുപ്പായം തുന്നിയിരിക്കുകയായിരുന്നു. അവൻ്റെ ജനത അവന് ഒരു കിരീടം വരെ തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അങ്ങ് സത്യദീനുമായിട്ട് വരുന്നത്, അതുകൊണ്ടുള്ള ദേഷ്യമാണ്, അതല്ലാതെ അങ്ങ് കൊണ്ടുവരുന്നത് സത്യമാണെന്ന് അറിയാഞ്ഞിട്ടൊന്നല്ല, എനിക്ക് നല്ലപോലെ അറിയാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് ഉസാമ റളിയല്ലാഹു അൻഹു, ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നത്, അന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരുന്നത് എന്ത് ഉപദ്രവങ്ങൾ ശത്രുക്കളിൽ നിന്ന് നേരിട്ടാലും ക്ഷമിക്കണമെന്നായിരുന്നു. വല തസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറ ഫഇൻ തസ്ബിറൂ വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നിങ്ങൾ മുശ്രിക്കീങ്ങളിൽ നിന്നും അഹ്ല കിതാബുകളിൽ നിന്നും കുത്തുവാക്കുകൾ പലതും കേൾക്കും, പക്ഷെ നിങ്ങൾ ക്ഷമിച്ച് മാപ്പ് ചെയ്തു കൊടുത്താൽ അത് ദൃഢനിശ്ചയത്തിൽപ്പെട്ടതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പം ഈ ഒരു അവസ്ഥയിലായിരുന്നു ബദർ വരെ അന്നത്തെ മദീനത്തെ മുശ്രിക്കീങ്ങൾ, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യും അതിൻ്റെ കൂട്ടരും ഉണ്ടായിരുന്നത്. പക്ഷെ ബദർ യുദ്ധത്തിൽ ജയിച്ചപ്പോൾ മുസ്ലിമുകൾക്ക് സൈനിക ശക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവർക്ക് പേടിയായി. അപ്പോൾ ഇവർ പറഞ്ഞു, ഹാദാ അംറുൻ ഖദ് തവജ്ജഹ, ഇനി കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഇപ്പോൾ ഒരു കാര്യങ്ങൾക്ക് അവർക്ക് ഒരു വ്യക്തത കൈവന്നു, ഇനി നമ്മളിങ്ങനെ ശിർക്കിൽ അടിയുറച്ച് നിന്നാൽ നമുക്ക് പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടും. ഫബായഉർ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ബദർ കഴിഞ്ഞ ഉടനെ ഇവർ മുഴുവനും വന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്തു. അപ്പോഴാണ് മുനാഫിഖ് എന്ന പുതിയ വിഭാഗം ഉണ്ടായിരുന്നത്. ഇവരുടെ ബൈഅത്ത് സത്യസന്ധമായിരുന്നോ? പുറമേ ഇവർ ഇസ്ലാമിനെ പ്രദർശിപ്പിക്കും, ഉള്ളിലോ നബിതങ്ങളോടുള്ള കുടിപ്പക, അങ്ങേയറ്റം ശത്രുത, വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമകൾ, എപ്പോഴൊക്കെ ഫിത്ന ഉണ്ടാക്കോ അപ്പോഴൊക്കെ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അങ്ങനെയാണ് ആ സമയത്താണ് ബദറിന് ശേഷമാണ് മുനാഫിക്കീങ്ങൾ എന്ന ഒരു പുതിയ വിഭാഗം ഉടലെടുക്കുന്നത്. ഈ മുനാഫിക്കീങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശാലമായ കാഴ്ചപ്പാടായിരുന്നു വെച്ചു പുലർത്തിയിരുന്നത്. അതിന് ന്യായമായിട്ട് കാരണമായിട്ട് റസൂലുള്ളാഹി പറഞ്ഞിരുന്നത്, ലാ യതഹദ്ദസു നാസു അന്നഹു യഖ്തുലു അസ്ഹാബഹു, എന്നെക്കുറിച്ച് ഒരാളും ഞാൻ സ്വന്തത്തിലുള്ള ആളുകളെ തന്നെ കൊല്ലുന്ന ആളാണെന്ന് പറയാൻ ഇടവരരുത്. കാരണം പുതിയൊരു ആശയവുമായിട്ട് പുതിയൊരു മതവുമായിട്ട് റസൂലുള്ളാഹി മക്കത്ത് അല്ലെങ്കിൽ മദീനത്ത് പ്രബോധനം നടത്തുക. ലോകം മുഴുവൻ റസൂലുള്ളാഹിനെ ഉറ്റുനോക്കുന്നുണ്ട്. അന്യരാജ്യക്കാർ, റോമക്കാർ, പേർഷ്യക്കാർ, അതേപോലെ അറബികളൊക്കെ റസൂലുള്ളാഹിനെ ഉറ്റുനോക്കുന്നുണ്ട്. ഇയാൾ എന്താ പറയുന്നത്, ഇയാൾ എന്താ പ്രബോധനം ചെയ്യുന്നത്? റോമൻ രാജാവായ ഹിർക്കൽ അബൂ സുഫിയാനോട് റസൂലുള്ളാഹിനെ കുറിച്ച് ചോദിക്കുന്ന സംഭവമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ നബിതങ്ങളെയും നബിതങ്ങളുടെ ദീനിനെയും ഉറ്റുനോക്കുന്ന സമയത്ത് റസൂലുള്ളാഹി കൂട്ടത്തിലുള്ള ആളുകളെ തന്നെ, നബിതങ്ങളുടെ പള്ളിയിൽ അവർ ഒന്നാമത്തെ സഫിൽ വന്ന് നമസ്കരിക്കുന്നവരായിരുന്നു, നബിതങ്ങളുടെ കൂടെ കഴിയുന്നവരായിരുന്നു, പുറമേ നോക്കിയാലും ഭയങ്കര ദീനുള്ളവരായിട്ട് അഭിനയിക്കുന്നവരായിരുന്നു. അപ്പോൾ ഈ പുറത്തുള്ള ആളുകൾ നോക്കുമ്പോൾ റസൂലുള്ളാഹി കൂട്ടത്തിലുള്ള ആളുകളെ തന്നെ കൊല്ലാൻ തുടങ്ങിയ പിന്നെ അതൊരു മോശം ഇമേജ് അല്ലേ മൊത്തത്തിൽ ഉണ്ടാക്കുക. അതുകൊണ്ട് റസൂലുള്ളാഹി അവരെ ഒന്നും ചെയ്യാതെ അവരോട് വിശാലമായ ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. നബിതങ്ങളെ ഇങ്ങനെ ഇത്രയും അധികം വേദനിപ്പിച്ച, ഇത്രയും അധികം കഷ്ടപ്പെടുത്തിയ, നോവിച്ച നബിതങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളായിരുന്ന, മദീനത്തെ ഏറ്റവും വലിയ ശത്രുക്കളായിരുന്ന മുനാഫിക്കീങ്ങളോട് നബിതങ്ങൾ ഇടപെട്ടിരുന്നത് 5 പ്രിൻസിപ്പളുടെ അടിസ്ഥാനത്തിലായിരുന്നു. 5 അടിസ്ഥാനങ്ങളുടെ മേലായിരുന്നു. ബാഹ്യമായി ഇസ്ലാമിനെ പ്രകടിപ്പിക്കുകയും ഉള്ളിൽ മുസ്ലിമീങ്ങളോടും നബിയോടും കഠിന ശത്രുതയും പകയും ഒക്കെ വെച്ചു പുലർത്തുകയും ചെയ്തിരുന്ന മുനാഫിക്കീങ്ങളോട് 5 അടിസ്ഥാനത്തിൻ്റെ മേലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിരുന്നത്. മഹാന്മാർ പറയുക, എൻ്റെ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, എങ്ങാനും ഈ 5 അടിസ്ഥാനത്തിൻ്റെ മേൽ നമ്മൾ നമ്മുടെ ശത്രുക്കളോട് പെരുമാറുന്നത് പോയിട്ട്
നമ്മളുടെ കൂട്ടത്തിലുള്ളവരോട്, നമ്മുടെ കുടുംബക്കാരോട്, നമ്മുടെ സ്നേഹിതന്മാരോട്, പള്ളി കമ്മിറ്റിയിലുള്ളവരോട്, നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നവരോട് ഈ 5 അടിസ്ഥാനത്തിൽ നമ്മൾ പെരുമാറിയിരുന്നെങ്കിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല, പിന്നെ ഒരു കുഴപ്പമുണ്ടാവും, ഒരു തമ്മിലടിയും ഒരു മാനസിക അകൽച്ചയും പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്നാ. ഏത് രീതി റസൂലുള്ള ഏറ്റവും വലിയ ശത്രുക്കളോട് പുലർത്തിയിരുന്ന സമീപനം നമ്മൾ സ്വന്തക്കാരോട് പുലർത്തിയിരുന്നെങ്കിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്താ 5 കാര്യങ്ങൾ? 1, ആദറഹും, നിബിധങ്ങൾ എപ്പോഴും അവർക്ക് എക്സ്ക്യൂസ് നൽകുമായിരുന്നു. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് അങ്ങനെ ആയിരിക്കുന്നതുകൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും, വിട്ടെ എന്ന് പറഞ്ഞ് എപ്പോഴും എക്സ്ക്യൂസ് നൽകുമായിരുന്നു. ഒന്നാമത്തെ. വഅഫ അൻഹും, ഇനി എന്തെങ്കിലും തെറ്റുകൾ അവരിൽ നിന്ന് സ്ഥിരപ്പെട്ടാൽ മാപ്പ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാപ്പ് ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെയോ വനസഹഹും, എപ്പോഴും അവർക്ക് ഗുണകാംക്ഷയോടുകൂടി പെരുമാറുകയും അവരെ ചേർത്ത് വെക്കുകയും അവർക്ക് നസീഹത്ത് കൊടുത്ത് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. അടുത്തതോ വസ്തഗ്ഫറ ലഹും, ഒറ്റക്കാകുന്ന സമയത്ത് അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമായിരുന്നു, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു. അഞ്ചാമത്തതോ വഖബില ലാഹിറഹും വവക്കല സറായിറഹും ഇലല്ലാഹ്, അവരുടെ ബാഹ്യമായ അവസ്ഥകളെ, ബാഹ്യമായ അവരുടെ ന്യായങ്ങളെ സ്വീകരിക്കുകയും അവരുടെ രഹസ്യങ്ങളെ അള്ളാഹുവിലേക്ക് വിടുകയും ചെയ്യുമായിരുന്നു. ഒരിക്കലും ചൂഴ്ന്ന് അന്വേഷിക്കുമായിരുന്നില്ല, നീ എന്താ അങ്ങനെ ചെയ്തേ, നീ ഇങ്ങനെ ചെയ്യാത്ത എന്ന് ചൂഴ്ന്ന് അന്വേഷിക്കുമായിരുന്നില്ല. ബാഹ്യമായത് സ്വീകരിക്കുകയും അവരുടെ രഹസ്യത്തെ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 5 പ്രിൻസിപ്പളിൻ്റെ മേൽ, ഈ 5 അടിസ്ഥാനത്തിൻ്റെ പേരിൽ നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ളവരോട് പെരുമാറുകയാണെങ്കിൽ പിന്നെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവുമോ? നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ നമ്മൾ എക്സ്ക്യൂസ് നൽകുക, അവൻ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും, സാറില്ല പോട്ടെ, അടുത്ത പ്രാവശ്യം മുതൽ നമുക്ക് ശ്രദ്ധിക്കാം എന്ന് പറയാം. വഅഫ അൻഹും, ഇനി അവൻ്റെ തെറ്റ് സ്ഥിരപ്പെട്ടാൽ അവന് മാപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ മാപ്പ് ചെയ്ത് കൊടുക്കുക. വനസഹഹും, എന്നിട്ട് അവനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന സമയത്ത് ഗുണകാംക്ഷതയോടുകൂടി നസീഹത്ത് ചെയ്ത് അവനെ ചേർത്ത് പിടിക്കുക. വസ്തഗ്ഫർ ലഹും, ഒറ്റക്കാവുമ്പോൾ അവന് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുക. വഖബില ലാഹിറഹും വവക്കല സറായിറഹും, അവൻ്റെ ബാഹ്യമായതിനെ നമ്മൾ സ്വീകരിക്കുക, ഒന്നും ചൂഴ്ന്നന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അവനെ ഫലീഹാക്കാതിരിക്കുക. ഈ 5 കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിച്ചിരുന്നെങ്കിൽ പിന്നെ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സൗഹൃദ കൂട്ടായ്മയിലോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തോ ഒരു പ്രശ്നങ്ങളും ഒരു പ്രയാസങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും ഒരു മാനസിക അകൽച്ചയും ഉണ്ടാകുമായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശാലമായ മനസ്സ്. ശരിക്കും ഇതിപ്പം പറയാൻ എളുപ്പമുണ്ട്, ഇനി അങ്ങോട്ട് നമ്മൾ ചരിത്രം പഠിച്ചു വരുമ്പോഴില്ലേ നമുക്ക് തന്നെ ചിലപ്പോൾ എഴുന്നേറ്റ് പോയിട്ട് അവരെ കൊല്ലാൻ തോന്നും. അത്രക്കും വൃത്തികെട്ട, അത്രക്കും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയ പരിശുദ്ധ ഖുർആൻ വെറുതെ അല്ല, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, മുനാഫിഖീങ്ങൾ നരകത്തിൻ്റെ ഏറ്റവും അടിയിലത്തെ തട്ടിലാണെന്ന് പറഞ്ഞത് വെറുതെ അല്ല. അത്രയ്ക്ക് നമുക്ക് ദേഷ്യം വരും. അതിനുശേഷം പിന്നെ ഒന്നുകൂടി നമ്മൾ നോക്കണം. അപ്പോൾ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു, ആ റബ്ബേ, റസൂലുള്ളാഹി എങ്ങനെ അവർക്ക് മാപ്പ് ചെയ്ത് കൊടുത്തു, എങ്ങനെ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്ത്, അല്ലേ? ഈ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി പിന്നെ വരാൻ പോകുന്നതോടെ ഞാൻ ഇപ്പോൾ പറയാത്തത്, ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂലിന് വേണ്ടിയിട്ട് നമസ്കരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി കൈകെട്ടാൻ വേണ്ടി നിൽക്കുമ്പോൾ ഉമർ റളിയല്ലാഹു ബാക്കിൽ നിന്ന് പിടിച്ചു വലിച്ചു എന്നാണ്. കാരണം ഉമർ റളിയല്ലാഹു സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഉമർ റളിയല്ലാഹു ചോദിച്ചിട്ടുണ്ടാ, നബിയേ, ഈ അള്ളാഹിൻ്റെ ശത്രുവിന് വേണ്ടി അങ്ങ് നമസ്കരിക്കുകയോ? മരിച്ചപ്പോൾ ആയത്ത് ഇറങ്ങി നമ്മളോട് നമസ്കരിക്കേണ്ടെന്ന് പറഞ്ഞാൽ ആ സംഭവങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ച് പിന്നീട് പറയാം. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഈ ഒരു സമീപനം നമുക്ക് പിന്നീട് ഭയങ്കര അത്ഭുതത്തിന് കാരണമാക്കുന്ന ഒരു സമീപനമാണ്. അപ്പോൾ ബദറിന് ശേഷം നടന്ന മറ്റൊരു സംഭവം എന്താ? മുനാഫിക്കീങ്ങളുടെ വെളിവാകലായിരുന്നു. അങ്ങനെ നബിതങ്ങൾ ബദർ കഴിഞ്ഞ് വന്നു, റമദാനിൻ്റെ അവസാനത്തിലായിരുന്നു എത്തിയത്. പെരുന്നാൾ കഴിഞ്ഞു, 7 ദിവസം താമസിച്ചു. 7 ദിവസം താമസിച്ചിട്ട് പിന്നെ തൊട്ടുടനെ അങ്ങോട്ട് പോയി ബനു സുലൈം എന്ന് പറഞ്ഞാൽ 80 കിലോമീറ്റർ 150 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നു. മകൾ മരിച്ച ടെൻഷൻ ഒരു ഭാഗത്തുണ്ട്. കുറച്ചൊന്ന് വിശ്രമിച്ചുകൂടെ റസൂലെ, കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തുകൂടെ? ഇല്ല. 7 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇറങ്ങി, അടുത്ത 80 കിലോമീറ്റർ യാത്ര ചെയ്തു. അവിടെ പോയി അവിടെ ഒരു ജനതയെ കൈകാര്യം ചെയ്തു. അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ മുനാഫിക്കീങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഇനി ഒന്ന് വിശ്രമിച്ചൂടെ? ഇപ്പോൾ ഏകദേശം എത്രയായി? 15 ദിവസമല്ല അവിടെ ചിലവഴിച്ചേ. ഷവ്വാൽ 15ആയി. ഇത്രയും യാത്രയും ടെൻഷനും മാനസിക പിരിമുറുക്കും ഒക്കെ കഴിഞ്ഞ് മദീനത്തെത്തി വിശ്രമിക്കാൻ വേണ്ടി പോകുമ്പോൾ അടുത്തൊരു പ്രശ്നം. എന്തായിരുന്നു പ്രശ്നം? മുനാഫിക്കീങ്ങളെ കൊണ്ടുള്ള ഇടങ്ങേറും ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞ് അടുത്ത വിഭാഗമായ യഹൂദികളെ കൊണ്ടുള്ള പ്രശ്നം. നമ്മൾ പറഞ്ഞു റസൂലുള്ളാഹി മദീനത്ത് വരുമ്പം 3 ഗോത്രങ്ങളാണ് മദീനത്തുണ്ടായിരുന്നത്. ഒന്ന് ബനു ഖൈനുഖ, പിന്നെ ബനു നദീർ, പിന്നെ ബനു ഖുറൈള. ഈ 3 ഗോത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 3 ഗോത്രങ്ങളുടെ പ്രധാനപ്പെട്ട ബിസിനസ് നമ്മളന്ന് പറഞ്ഞിരുന്നു. 2 ബിസിനസ്സുകളാണ് പ്രധാനപ്പെട്ടതായിട്ടുണ്ടായിരുന്നത്. ഒന്ന്, ഇവർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നവരായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ. സയനിസ്റ്റ് ഭീകരർ ഇന്നും അങ്ങനെ തന്നെ, പണ്ടും അങ്ങനെ തന്നെ. ശരിക്കും നമ്മൾ ചരിത്രം പഠിച്ചാൽ എന്താ ഇന്ന് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. 2 ബിസിനസ്സുകളാണ് അവർ നടത്തിയിരുന്നത്. ഒന്ന്, ആയുധങ്ങൾ ഉണ്ടാക്കും, എന്നിട്ടോ ഔസിൻ്റെയും ഖസറജിൻ്റെയും ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് യുദ്ധം സംഘടിപ്പിക്കും. എന്നിട്ട് ഈ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പം ഇവർ തന്നെ പോയിട്ട് അവർക്ക് ആയുധം വിൽക്കും. ആയുധം വിറ്റ് ആയുധം വാങ്ങി ഔസിൻ്റെയും ഖസറജിൻ്റെ കയ്യിൽ പൈസ തീരും. കാരണം അവർ കൃഷിക്കാരാണ്, വലിയ പണക്കാരല്ല.
പൈസ തീരുമ്പോൾ അടുത്ത ബിസിനസ്സുമായി ഇവർ തന്നെ അവരെ സമീപിക്കും. നിങ്ങൾക്ക് യുദ്ധം ചെയ്യണ്ടേ, അവരങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, ആയുധം വാങ്ങണ്ടേ, ആയുധം വാങ്ങാൻ പൈസ ഇല്ല, പേടിക്കണ്ട, ഞങ്ങൾ പലിശയ്ക്ക് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് പലിശയ്ക്ക് ഇവർ പൈസ കൊടുക്കും. അവരുടെ രണ്ടാമത്തെ ബിസിനസ് പലിശ കൊടുത്ത് അതിൻ്റെ ഇൻട്രസ്റ്റ് വാങ്ങലായിരുന്നു. ഇന്നും നിങ്ങൾ നോക്കിയാൽ ലോക ബാങ്കിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു കുടുംബവും സയനിസ്റ്റുമായിട്ട് ബന്ധവും അവരുടെ അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഇപ്പോഴും അവരുടെ മെയിൻ 2 ബിസിനസ് ആയുധ കച്ചവടവും 2 പലിശയാണ്. അപ്പോൾ ഈ 2 ബിസിനസ്സിലൂടെയായിരുന്നു ഈ 3 ഗോത്രക്കാരും മദീനത്ത് വാഴ്ന്നിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടി ഔസും ഖസറജും ഭായിമാരായി. അവർക്ക് തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും തീർന്നു. അവർ കെട്ടിപ്പിടിച്ചു. പിന്നെ യുദ്ധമില്ലെങ്കിൽ ആയുധം വെക്കാൻ കഴിയില്ല. ഒന്നാമത്തെ ബിസിനസ് കുളമായി. രണ്ടാമത്തെ ബിസിനസ് പലിശ റസൂലുള്ള പൂർണ്ണമായിട്ടും നിരോധിച്ചു. അതോടുകൂടി രണ്ടാമത്തെ ഇവരുടെ ബിസിനസ്സും തകർന്നു. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ അവിടെയുള്ള പിന്നെ ഭരണാധികാര്യം അല്ലെങ്കിൽ റസൂലുള്ളാഹിൻ്റെ അവിടെയുള്ള നിലനിൽപ്പ് ഇവർക്ക് അംഗീകരിക്കാനേ കഴിയുന്നതായിരുന്നില്ല. പക്ഷേ റസൂലുള്ള മദീനത്ത് ഉടനെ ആദ്യമായി ചെയ്ത കാര്യങ്ങൾപ്പെട്ട ഒന്നായിരുന്നു യഹൂദികളുമായി കരാറിൽ ഏർപ്പെടുക എന്നുള്ളത്. ആദ്യമായി ചെയ്തത് 3 കാര്യങ്ങളാണ്. 1, മുഹാജിരികൾക്കും അൻസാരികൾക്കും ഇടയിൽ സാഹോദര്യം സ്ഥാപിച്ച്. 2, മസ്ജിദുൻ നബവി പണിത്. 3-മത്തത് യഹൂദികളുമായിട്ട് കരാറിൽ ഏർപ്പെട്ടു. ഈ കരാറിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, പുറത്തു നിന്നൊരു ശത്രു നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നിങ്ങൾ അവരെ സഹായിക്കരുത്. അവർക്ക് അതായത് രാജ്യദ്രോഹ കുറ്റം എന്നൊക്കെ നമ്മളെന്ന് പറയുന്നില്ല, രാജ്യദ്രോഹ കുറ്റം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നമ്മളുടെ കൂടെ നിൽക്കണം, മുസ്ലിമീങ്ങളുടെ കൂടെ നിൽക്കണം, മുസ്ലിമീങ്ങളെ സഹായിക്കണം, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശത്രുക്കൾക്കെതിരെ നിങ്ങൾ പോരാടണം. ഇനി അതിന് പകരമായിട്ട് ഈ രാജ്യത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. ആരും നിങ്ങളെ ആക്രമിക്കാൻ വരില്ല, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നിങ്ങളുടെ സാധനങ്ങൾ ആരും കൊള്ളയടിക്കില്ല, വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ശരീരം കൊണ്ടോ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കില്ല, മുറിവാക്കൂല എന്ന് പറഞ്ഞിട്ട് ഒരു ഡീല് അല്ലെങ്കിൽ ഒരു പോയിന്റ് അവരുടെ തമ്മിലുള്ള കരാറിൽ വെച്ചിരുന്നു. അപ്പോൾ ഇവർക്ക് റസൂലുള്ളാഹിന്റെ ഈ കരാർ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയായിരുന്നില്ല. കാരണം അവരുടെ ബിസിനസ്സൊക്കെ ആകെ താറുമാറായി. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഈ കരാർ ലംഘിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു. ആദ്യം ശ്രമിച്ചത് ബനൂ ഖൈനുഖാ ഗോത്രമാണ്. ഈ 3 ഗോത്രത്തിൽ ഏറ്റവും ശക്തിയുള്ള ഗോത്രവും അവരായിരുന്നു. ഏറ്റവും കൂടുതൽ ആയുധമുണ്ടാക്കി വിറ്റിരുന്നതും അവർ തന്നെയായിരുന്നു. മദീനത്തിൻ്റെ നടുക്ക് ഖുബയുടെ തൊട്ടടുത്തായിട്ടായിരുന്നു അവരുടെ താമസ സ്ഥലവും. ഏകദേശം 700ഓളം പോരാളികൾ അവർക്കുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ എത്ര ശക്തി ഉണ്ടായിരുന്നു? 700ഓളം സായുധ സജ്ജരായ പോരാളികൾ ഉണ്ടായിരുന്നു. ആയുധങ്ങൾ മുഴുവനും ഉണ്ടാക്കിയിരുന്നതും അവരായിരുന്നു. അപ്പോൾ ഇവർ ആദ്യം ബദറിന് മുമ്പേ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഷാസ് എന്ന് പറഞ്ഞ ഒരു യഹൂദി ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഔസ് ഗോത്രത്തിൽപ്പെട്ട ആളുകളും ഖസറജ് ഗോത്രത്തിൽപ്പെട്ട ആളുകളും ഒരു മജ്ലിസിൽ നിന്ന് ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നു. ഇയാൾക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു കാലത്ത് ഇവർ യുദ്ധം ചെയ്തപ്പോഴാണ് നമ്മളെ ബിസിനസ് ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടത്, ഇപ്പോൾ ഇവരുടെ ഭായിമാരായിരുന്നു ചിരിച്ച് സംസാരിക്കുന്നു. ഇയാൾ നേരെ പോയി ഒരു ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ അവിടെ പോകണം, അവിടെ കുറേ പദ്യങ്ങളും പാട്ടുകളൊക്കെ പാടിയിട്ട് 2 ടീമുകളെയും ഇളക്കി വിടണം, 2 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇയാൾ പോയി അങ്ങനെ പാട്ടുകളൊക്കെ പാടി ആവേശം കയറ്റി മുസ്ലിമീങ്ങൾപ്പെട്ട ഔസും ഖസറജും ചാടി എഴുന്നേറ്റ് ഒരു യുദ്ധമുണ്ടാകുന്ന അവസ്ഥയൊക്കെ ആയി. ചുരുക്കി പറയാം കേട്ടോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി വന്നു, ഇടപെട്ടു. നബി തങ്ങൾ അവരെ ദേഷ്യം പിടിച്ചു, മുസ്ലിമീങ്ങളോട് ചൂടായി, അവരെ അടക്കി നിർത്തി. എന്നിട്ട് ബദറിന് റസൂലുള്ള പോയിട്ട് തിരിച്ചു വന്ന ഉടനെ ഇവരുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ബനൂ ഖൈനുഖാ അവരുടെ ഒരു സൂക്കുണ്ട്, ഒരു മാർക്കറ്റ് ഉണ്ട്. ഈ മാർക്കറ്റ് നടന്നിരുന്നത് മദീനത്തിൻ്റെ ഉള്ളിൽ ഖുബയുടെ തൊട്ടടുത്തേറ്റ്. അപ്പോൾ അവരുടെ മാർക്കറ്റിൽ പോയിട്ട് ഇവരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, യാ മഅ്ശറ യഹൂദ്, അല്ല യഹൂദികളെ, അസ്ലിമു, ബദറിൽ നിന്ന് ജയിച്ചിട്ടാണ് വരുന്നത്, അസ്ലിമു ഖബ്ല അൻ യുസീബകും മാ അസാബ ഖുറൈശ്. ഖുറൈശികൾക്ക് സംഭവിച്ചതുപോലെയുള്ള സംഭവം നിങ്ങൾക്ക് സംഭവിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് മുസ്ലിമീങ്ങളായിക്കോട്ടോ എന്ന് താക്കീത് കൊടുത്തു റസൂലുള്ള. ഇത് കേട്ട ഉടനെ അവർ പറയാം, ഇന്നഹും ഖാനു ലാ യഅരിഫൂനൽ ഖിതാൽ. മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുറൈശികൾ യുദ്ധം അറിയാത്തവരാടോ. വലൗ ഖതൽനാക ലഅറഫ്ത ഇന്നർ റിജാൽ, നീ ഞങ്ങളോടെങ്ങാണ് യുദ്ധം ചെയ്തിരുന്നെങ്കിൽ നിനക്ക് മനസ്സിലാവുമായിരുന്നു ഞങ്ങൾ ആൺകുട്ടികൾ എന്ന് പറഞ്ഞു. ഈ ഒറ്റ പറച്ചിൽ മതി രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെടാൻ വേണ്ടി, അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം വ്യക്തമായ കരാർ നിഷേധമാണ്. റസൂലുള്ളാഹിനെതിരെ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിക്കെതിരെ വെല്ലുവിളിക്കവർ. പക്ഷെ റസൂലുള്ള ഒന്നും മിണ്ടിയില്ല. ഇവർ ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, ഖുല്ലില്ലദീന കഫറൂ സതുഗ്ലബൂന വതുഹ്ശറൂന ഇലാ ജഹന്നം വബിഅ്സൽ മിഹാദ്. ഇവരുടെ ഈ വെല്ലുവിളി അള്ളാഹ്ക്ക് സഹിച്ചില്ല. അള്ളാഹ് പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, ലില്ലദീന കഫറു, അവിശ്വാസികളോട് പറയുക, സതുഗ്ലബൂന, നിങ്ങൾ കീഴടക്കപ്പെടുക തന്നെ ചെയ്യും, 8ന്റെ പണി നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. വതുഹ്ശറൂന ഇലാ ജഹന്നം, ജഹന്നമിലേക്ക് നിങ്ങൾ നയിക്കപ്പെടുകയും ചെയ്യും. വബിഅ്സൽ മിഹാദ് എന്ന് സൂറത്ത് ആൽ ഇംറാന്റെ 2ാമത്തെ പേജിലുള്ള ആയത്ത് അവിടെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ റസൂലുള്ള ഈ പറഞ്ഞ 15 ദിവസം മറ്റേ യുദ്ധത്തിന് പോയി തിരിച്ചു വന്ന സമയത്ത് ഷവ്വാൽ 15ൻ്റെ അന്ന് വേറൊരു സംഭവം ഉണ്ടായി.
അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവരുടെ ഈ സൂക്കിലേക്ക്, ബനു കൈനുക്കാ ഗോത്രത്തിൻ്റെ സൂക്കിലേക്ക് ഒരു അറബി സ്ത്രീ അവരുടെ ആഭരണങ്ങളും മറ്റും വിൽക്കാൻ വേണ്ടി വന്നു. അവർ മുഖം മറച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് ഒരു യഹൂദിയായ തട്ടൻ്റെ അടുത്ത്, അല്ലേ, തട്ടാൻ എന്ന് പറയാം അല്ലേ, ആഭരണ പണിക്കാരൻ്റെ അടുത്ത് ഈ സ്ത്രീ അവളുടെ ആഭരണങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി വന്നിങ്ങനെ ഇരുന്നു. താഴെ ഇരിക്കാം, ആ സ്ത്രീയും അവിടെ വന്നിരുന്നു. അപ്പോൾ ആ ഭാഗത്തുണ്ടായിരുന്ന യഹൂദികളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഈ സ്ത്രീയെ ഇടങ്ങേറാക്കാൻ തുടങ്ങി. ഈ സ്ത്രീയുടെ മുഖം മറ മാറ്റാൻ വേണ്ടി അവർ ശ്രമിച്ചു. ഒരാൾ പറഞ്ഞു കുറച്ച് പൈസ തരാം, നീ മുഖം മാറ്റുമോ, മറ്റേ പറഞ്ഞു ഒന്ന് മുഖം മാറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇടങ്ങേറാക്കാൻ വേണ്ടി തുടങ്ങി. ഈ സ്ത്രീ അതിന് സമ്മതിച്ചില്ല. അപ്പോൾ ഒരു വൃത്തികെട്ടവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ പാവ സ്ത്രീ അവിടെ ഇരിക്കുകയായിരുന്ന ഈ സ്ത്രീയുടെ വസ്ത്രത്തിൻ്റെ അടിഭാഗം ഇങ്ങനെ ഉയർത്തിയിട്ട് മുകൾ ഭാഗമായിട്ട് കെട്ടി. സ്ത്രീ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക? എഴുന്നേൽക്കുമ്പം അടിഭാഗം ഇങ്ങനെ മുകൾ ഭാഗമായിട്ട് കെട്ടി. ഇനിയിപ്പോൾ എഴുന്നേൽക്കുമ്പം ഔറത്ത് വെളിവാകുമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഈ പാവം സ്ത്രീ ഇതൊന്നും അറിയുന്നില്ല. അവർ മുഖം വെളിവാക്കാൻ വേണ്ടി വിസമ്മതിച്ചു. ഇതൊന്നും അറിയാതെ ഈ സ്ത്രീ എഴുന്നേറ്റപ്പം അവരുടെ ഔറത്ത് വെളിവായിപ്പോയി. ഇത് കണ്ടിട്ട് ആ കൂട്ടത്തിലുണ്ടായിരുന്ന യഹൂദികളൊക്കെ കളിയാക്കി ചിരിച്ചു. ആരാ? ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിൻ്റെ ഔദാര്യത്തിൽ കഴിയുന്നവരാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ത്രീ ഒച്ചത്തിൽ ഇങ്ങനെ വിളിച്ച് സഹായം ചോദിച്ചു, ആരെങ്കിലും ഒന്ന് സഹായിക്കണേ, ഈ അനീതി നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ അതൊരു സൂക്കാണ്, പൊതു ചന്തയാണ്, അവിടെ മുസ്ലിമീങ്ങളുണ്ട്, അല്ലാത്തവരും എല്ലാവരും ഉണ്ട്. ഇത് കേട്ട് ഒരു മുസ്ലിമായ സഹോദരന് സഹിക്കാൻ കഴിഞ്ഞില്ല. അയാൾ ചാടി വീണ് ഈ വൃത്തികേട് ചെയ്തവനോ തല വെട്ടി അങ്ങ് കൊന്നു. പക്ഷെ അത് ആരുടെ ഭൂരിപക്ഷ പ്രദേശമായിരുന്നു? ബനു കൈനുക്കായിൻ്റെ സൂക്കാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ യഹൂദികൾ മുഴുവനും ഒരുമിച്ച് കൂടി ഈ പാവപ്പെട്ട മുസ്ലിമിനെ തിരിച്ചു കൊന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളൊക്കെ ഒരു ഭാഗത്തായി, മറുഭാഗത്ത് യഹൂദികൾ. ഒരു യുദ്ധത്തിൻ്റെ പ്രതീതി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതറിഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ഇനി നമുക്ക് ക്ഷമിച്ചിരിക്കാൻ പറ്റൂല, ഇനി നമുക്ക് ഇവരെ വെറുതെ ഇടാൻ പറ്റില്ല. 1, 2, 3 പ്രാവശ്യം നമ്മൾ ഇവരെ വെറുതെ വിട്ടു, ഇനി നമുക്ക് ഇവരെ വെറുതെ വിടാൻ പറ്റൂല. അങ്ങനെ 300 അല്ലെങ്കിൽ 400 പേരുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് നിന്ന്, ഖുബൈയുടെ അടുത്താണല്ലോ, കുറച്ച് പോകണം, 5-6 കിലോമീറ്റർ പോകണം. മദീനത്ത് നിന്ന് ഖുബൈയുടെ അടുത്തേക്ക് റസൂലുള്ള യാത്ര തിരിച്ചു. അപ്പോൾ എപ്പോഴൊക്കെ റസൂലുള്ള മദീനത്ത് നിന്ന് പോവുമോ, അത് 1-2 ദിവസത്തേക്കാണെങ്കിലും പകരത്തിനവിടെ ആളെ നിർത്തുമായിരുന്നു. അന്ന് പകരത്തിന് ആളെ നിർത്തിയിരുന്നത് പിന്നെ അബൂ ലുബാബ ഇബ്നു അബ്ദുൽ മുൻസിർ എന്ന് പറഞ്ഞ സഹാബി, അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനായിരുന്നു പകരം നിർത്തിയിരുന്നത്. അതും കൊടിയുടെ നിറം വെളുപ്പായിരുന്നു. അന്ന് കൊടി പിടിച്ചിരുന്ന ആരാന്നറിയോ? ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അന്ന് കൊടി പിടിച്ചിരുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി. അവിടെ എത്തി നബി തങ്ങളെ കണ്ടപ്പം ഇവർ പേടിച്ചിട്ട് അത്രയും നാൾ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്താൽ ഞങ്ങൾ ആൺകുട്ടികളാണ്, നിങ്ങൾ കാണുമെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച ആൾക്കാരെ. റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ പേടിച്ച്. അപ്പം നമ്മൾ മദീനത്തെ ഓരോ ഗ്രാമത്തിൻ്റെയും പ്രത്യേകത, ഒരുപാട് വീടുകളുണ്ടാവും. ആ വീടുകളുടെ ചുറ്റും വലിയ മതിലുണ്ടാവും. ആ മതിലിനൊരു വലിയ ഗേറ്റും ഉണ്ടാവും. ആ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് ഒരാൾക്ക് ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല. ഇവരെന്ത് ചെയ്ത് പേടിച്ചിട്ട് അവരുടെ കോട്ടക്കുള്ളിലേക്ക് കയറി ഗേറ്റ് പുറത്തുനിന്ന് അടച്ചു. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് ഒരാൾക്ക് ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല. അങ്ങനെ 15 ദിവസം റസൂലുള്ളാഹിയും സഹാബാക്കളും അവരെ ഉപരോധിച്ചു. അതിനുശേഷം പിന്നെ എന്ത് നടന്നു? അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വബറക അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത ക്ലാസ്സിന് വന്നില്ലെങ്കിൽ നല്ല കഥ മിസ്സാവും. എല്ലാവരും വരണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു